Ladies and gentlemen, this is Adarsh and welcome to My Gonadi. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ ഒരു ലവ് സ്റ്റോറിയാണ്. സോ ഈ സിനിമ OTT റിലീസ് ചെയ്തിട്ട് രണ്ടാഴ്ചയൊക്കെ ആയി. ആമസോൺ പ്രൈമിൽ റെന്റായിരുന്നു. എലനക്കിപ്പട്ടിയുടെ കെറിനക്കിപ്പട്ടിയാണ് ആമസോൺ പ്രൈം. അതായത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൽ അഡ്വർടൈസ്മെന്റ് കളയണം വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ അപ്ഗ്രേഡ് ചെയ്യണം. അത്ര റെന്റിന് പടം കാണണം വെച്ചാൽ ഒരു പടത്തിന് 400 റുപ്യ കൊടുക്കണം. അത്ര എന്റെ അണ്ണ തിയേറ്ററിൽ സിനിമ കാണാൻ 150 റുപ്യേ ഉള്ളൂ. അത് വയ്യ പറഞ്ഞിട്ടാണ് ഈ പെട്ട തേങ്ങയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. തനി നാറികളാണ് കേട്ടാ. സോ നമ്മുടെ കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസിന്റെ പടമാണ് നമ്മുടെ ഇന്ന് സംസാരിക്കാൻ പോണ സിനിമ. കാർത്തിക് ആര്യൻ, അനന്യ പാണ്ഡെ സ്റ്റാറർ. മെയിൻ സ്റ്റാർ കാസ്റ്റ് ഇവർ രണ്ടുപേരാണ്. നായകന്റെ സിക്സ് പാക്ക് കണ്ട് മയങ്ങണ നായിക, നായികയുടെ ബോഡി കണ്ട് മയങ്ങണ നായകൻ. മിനിറ്റിന് ഒരു 10-15 പാട്ട്, 5-6 ലിപ് ടു ലിപ് കിസ്. നായകൻ കെട്ടിയതാണെങ്കിൽ കൂടെ കിടക്കാന്ന് വാക്ക് കൊടുക്കണ നായിക എന്ന ഇങ്ങനത്തെ വിചിത്രമായ സംഭവങ്ങളൊക്കെ നടക്കണ. ഇതിന്റെ ഒരു പേരുണ്ട്, തൂ മേരി മേ തേര തൂ മേരി. ഇനി ഇത് പറയണം വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോകണോ? പേര് പോലെ തന്നെ വൃത്തികെട്ട പടം. ദിസ് മൂവി ഈസ് എൻ അട്ടർ നോൺസെൻസ്. യൂഷ്വൽ ബോളിവുഡ് ഗിമിക്സ് ഉണ്ടാവില്ലേ? കാശുകാരനായ നായകൻ, കാശുകാരിയായ നായിക, അവരുടെ പേക്കൂത്ത്, അവരുടെ കെട്ടിപ്പിടുത്തം, കൂടക്കടക്കൽ, ഇതൊക്കെയാണ്. സോ ഇതില് നമ്മുടെ നായകൻ ഒരു മെയിൽ ഷോവനിസ്റ്റ് പോലെയാണ്. ഭയങ്കര ഈഗോ ഒക്കെ ആയിട്ട്. നായിക എന്ന് വെച്ചാൽ ഫെമിനിസ്റ്റ് ആണ്. നായിക ഫെമിനിസ്റ്റ് ആണ്. എന്നാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. സോ നമ്മുടെ തക്കാളിയും കൊണ്ട് പായസം ഉണ്ടാക്കണം, പാലട ഉണ്ടാക്കണം, കയപ്പിക്കയും കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ജാക്കി ഷറോഫ് ആണ് നമ്മുടെ അനന്യ പാണ്ഡെയുടെ തന്തപ്പിടി. ആളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ കിടന്ന് ചാവണം, അതാണ് ആളുടെ ഒരു മൈൻഡ് സെറ്റ്. മകൾക്കാണെങ്കിൽ പുറത്തു പോയി സെറ്റിൽ ആവണം. പക്ഷെ തന്തപ്പിടി ഇന്ത്യയിൽ കിടന്ന് ചാവണം പറയുന്നതുകൊണ്ട് ആ കൊച്ചു കല്യാണത്തിന് റെഡി ആവണില്ല. കാർത്തിക് ആര്യന് USA പോയി സെറ്റിൽ ആവണം. അങ്ങനെയാണ്. കാർത്തിക്കാര്യന്റെ തള്ളയും കൂടി ഇയാളുടെ അടുത്ത് വന്ന് പറയാണ്, നിങ്ങൾ വേഗം പോയി ചാവ്, എന്നാലേ എന്റെ മകന്റെ കല്യാണം നടക്കുള്ളൂ എന്ന്. ഇത് കേട്ടിട്ട് തന്തപ്പിടിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ഫെമിനിസ്റ്റ് ആയ കൊച്ച് എന്നിട്ടും ചെക്കന്റെ പിന്നാലെ ഒലിപ്പിച്ചു പോവാണ്. അയ്യേ, സ്വന്തം തന്തേക്കാളും വലുതാണ് ഈ പെരട്ട ചെറുക്കൻ. ഇതൊക്കെ എവന്റെ തലയിലടെ വരണ എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ആരെങ്കിലും വിചാരിക്കും ഒരു പടത്തില് കാർത്തിക് ആര്യൻ കൊടൂര വെറുപ്പിക്കലും അനന്യ പാണ്ഡെ മര്യാദയ്ക്ക് പെർഫോം ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യൻ വിശ്വസിക്കില്ല. ആൻഡ് ദിസ് ഇസ് ദ 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അനന്യ പാണ്ഡെ കറക്റ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. കറക്റ്റ് മീറ്ററിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ആ കൊച്ചി ഇങ്ങനെ മര്യാദയ്ക്കൊക്കെ അഭിനയിക്കുന്നത് ഞാൻ കാണുന്നത്. ലിറ്ററലി ഷീ ഈസ് ഇംപ്രൂവിങ്. CTRL കൺട്രോൾ പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു ആളുടെ. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ആൾ ഇമ്പ്രൂവ് ആയി വരുന്നത്. ഇപ്പൊ വളരെ നന്നായി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്നാൽ കാർത്തിക് ആര്യൻ വെറുപ്പിച്ച് മനുഷ്യനെ കൊന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അണ്ണന്റെ വിചാരം അണ്ണൻ വലിയ ആരോണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഐ ആം വെരി സെക്സി ആൻഡ് ഐ നോ ദാറ്റ്. അയ്യേ, ഒരു പെരട്ട ചെറുക്കൻ. എന്തോന്ന് വെറുപ്പിക്കലായിരുന്നു എന്നറിയോ? ഐ വാസ് സിക്ക് യെസ്റ്റർഡേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പണ്ടാരം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സുഖമായി കിടന്ന് ഉറങ്ങാം. ഉള്ള ഉറക്കം കൂടി പോയി. അതാണ് ഈ പെരട്ട തേങ്ങയുടെ ഒരു ഗുണം. ജാക്കി ഷറോഫ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ചുമ്മാ കുറ്റം പറയാൻ പറ്റില്ല. ബാക്കി ഒന്നുമില്ല. 10-60 വയസ്സൊരു കിളവി ഇവന്റെ സിക്സ് പാക്ക് കണ്ടിട്ട് മയങ്ങി പോണു. അങ്ങനെ കുറെ കോമാളിത്തരം എന്തൊക്കെ പരിപാടിയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു പടമാണ്. തൂ മേര മേ കേര കോ കാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടം. യൂഷ്വൽ ബോളിവുഡ് ഗിമിക്സ്. അത് മാത്രമേ പറയാൻ, വേറെ ഒന്നും പറയാനില്ല. സോ ആക്ച്വലി നോൺസെൻസ്. എന്തിന് ഇങ്ങനത്തെ ഒരു സിനിമ? ബോളിവുഡിന്റെ 2 ഫേസ് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് ദുരന്തർ പോലുള്ള സിനിമ, ഹക്ക് പോലുള്ള പടങ്ങള്, അതേപോലെ തന്നെ ഈ ഇടയ്ക്ക് മറ്റേ ഏതാണ് ബോർഡർ 2 അങ്ങനെ ഏതൊക്കെ പടമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ നല്ല നല്ല സിനിമകൾ വരുമ്പോൾ ഇപ്പോഴും കരൺ ജോഹറിനും പേക്കൂത്തിനും ഒരു അവസാനവും ഇല്ല. കാർത്തിക് ആര്യൻ ഒരിക്കലും ഒരു മോശം നടനല്ല. കാർത്തിക് ആര്യന്റെ ഫ്രെഡി പറഞ്ഞിട്ടൊരു പടമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അണ്ണന്റെ റേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഈവൻ ചന്തു ചാമ്പ്യൻ പറഞ്ഞ സിനിമയിൽ ഒരാള് നൈസ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അണ്ണൻ ഇങ്ങനത്തെ കോമാളിത്തരങ്ങള്, കോപ്രായത്തരങ്ങള്, 10-100 കെട്ടിപ്പിടുത്തം, 10-100 ഉമ്മ വയ്ക്കല്, ഇതൊക്കെ അണ്ണന് പറ്റുള്ളൂ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ആക്ച്വലി നോൺസെൻസ് ഫിലിം. പേഴ്സണലി എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ചിലർക്ക് ഇത് വൻ കിടു പടമായിട്ടൊക്കെ തോന്നും. അവൈലബിൾ ഓൺ ആമസോൺ പ്രൈം. ട്രൈ ഇറ്റ് ഔട്ട്.